Good little bee. السلام عليكم ورحمة الله وبركاته. السلام عليكم.
ഈ മത്സരം കഴിഞ്ഞാലുടൻ സബ് ജൂനിയർ വിഭാഗത്തിന്റെ മലയാള ഭാഷണം മത്സരമാണ്. നമ്പറുകൾ ശ്രദ്ധിക്കുക: 314, 316, 323, 324, 322, 204 എന്നീ മത്സരാർത്ഥികൾ സജ്ജരായിരിക്കുക. അതിനിടയിൽ ഒരു ഫലം പുറത്തു വരുന്നു. ജൂനിയർ വിഭാഗത്തിന്റെ ഇംഗ്ലീഷ് പ്രസംഗ മത്സരം. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ഷമീൽ ടീം അഹ്ബാബുൽ ബദർ. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു കോഡ് ലെറ്റർ ബി വാഫി ടീം അഹ്ബാബ് നൂർ. Third place, code letter C, Anas Abdul Qadir, team Ahbabul Badr. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. മത്സരഫലങ്ങൾ പുറത്തു വന്നപ്പോൾ 5 മത്സരഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ടീമുകളുടെ പോയിന്റ് നില 34 പോയിന്റുമായി ടീം അഹ്ബാബ് നൂർ രണ്ടാം സ്ഥാനത്ത് നിലകൊള്ളുമ്പോൾ 66 പോയിന്റുമായി ബഹുദൂരം മുന്നിൽ അഹ്ബാബുൽ ബദർ ജൈത്രയാത്ര തുടരുന്നു. മത്സരവും ഫലങ്ങളും ഇനിയും ബാക്കി. മത്സരം തുടരുന്നു. സലാമലൈക്കും അശ്രദ്ദ അഭിലാഷൻ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് കോഡ് ലെറ്റർ ഡി. ഈ മത്സരം കഴിഞ്ഞാലുടൻ സബ് ജൂനിയർ വിഭാഗത്തിന്റെ മലയാള പ്രസംഗ മത്സരം നടക്കുന്നു. മത്സരാർത്ഥികൾ സജ്ജരായിരിക്കുക. കോഡ് ലെറ്റർ ഡി വേദിയിൽ. മരതകം കൊട്ടാരത്തെ വിശേഷം ചൊല്ലിനോട്
മനസ്സുകളിൽ മണന്നില്ല പരിമലരൗഡ് പൊങ്കാവനമിള പരമദയാവരമാനമായി തൗഹീദ് മോദിരസോട് Vijan ko dekho kaner bolega ke habibe परिमागन माजी वेशला में और शेर में आग करो मिले करो करो अरे बेटा हमारा देखो कटार देखो शेष मन से देखो पाटे वाला फरस कर देखा वो है सलाम वालेकुम വേദിയിൽ സബ് ജൂനിയർ വിഭാഗത്തിന്റെ മലയാള സംഘ മത്സരമാണ്. കോഡ് ലെറ്റർ എ. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ലോകമെമ്പാടും സന്തോഷിക്കുന്ന കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. സഹോദരന്റെ ഏറ്റവും വലിയ ആ ഖുർആനിനെ നമ്മൾ പാരായണം ചെയ്യണം. ഖുർആൻ തന്നെ അതിന് ഒരാൾക്ക് തോന്നിയാൽ അതിന് നമുക്ക് പ്രതിഫലം ലഭിക്കും. ദിവസവും ഖുർആൻ ചെയ്യണം, ശ്രദ്ധിക്കണം. ഒരു ദിവസം ഇത്തരം പറയുന്ന എന്റെ കൊച്ചു പ്രസംഗം. കോഡ് ലെറ്റർ ബി. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. ദുനിയാവിൽ ജീവിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിനൊക്കെ ശ്രമങ്ങളും നേരിടാൻ വിജയിക്കാൻ കഴിയും. എല്ലാ കാലത്തും സമാധാനമാണ്. നമുക്കൊരു മുസീബത്ത് വരുമ്പോൾ നാം സഹിക്കണം. നോക്കൂ, നിങ്ങൾ അവരുടെ ശ്രമം കൊണ്ടാണ് ഭക്ഷണത്തിനാണ് പട്ടിണിയാണ് ദൈവങ്ങളെ ത്യാഗം ചെയ്ത് ജീവിച്ചു. ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമുക്ക് ദീനിനെ തന്നത്. അതുകൊണ്ട് നാം എല്ലാവരും ശ്രമമുള്ളവരായിരിക്കണം. ഇത്രയും പറഞ്ഞ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കോഡ് ലെറ്റർ സി. പെൺകുട്ടികളുടെ മത്സര ഫലങ്ങൾ 5 മത്സര ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ടീമുകളുടെ പോയിന്റ് നിലകൾ ഇങ്ങനെ 47 പോയിന്റുമായി ടീം ജയ്ഷെ ജമാല 2ാം സ്ഥാനത്ത്,
53 പോയിന്റുമായി ടീം ദേശീയ ജലാല ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്നു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. മത്സരം തുടരുന്നു. കോഡ് സി. അസ്സലാമലൈക്കും. നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്ന മാസമാണ് റബീഉൽ അവ്വൽ 12. അപ്പോൾ ഈ മാസത്തിലെ നബിയെക്കുറിച്ചുള്ള കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നാൽ ഞാൻ അടുത്ത് പറയാം. ഒരിക്കൽ ശിഷ്യന്മാർ കൂടിയിരിക്കുന്ന ഒരു സദസ്സിലേക്ക് ആ സദസ്സിലേക്ക് ഒരു യാചകൻ വന്നു. ആ യാചകൻ നബിയോട് പറഞ്ഞു, നബിയെ എനിക്ക് വല്ലതും തരണേ. മുത്തുനബി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനായിരിക്കും നിങ്ങളുടെ വീട്ടിലൊന്നും ഇല്ലേ? ഇല്ല എന്ന് മറുപടി പറഞ്ഞു. എന്നാലും എന്തെങ്കിലും ഉണ്ടാകുമല്ലോ. എന്റെ കയ്യിൽ ഒരു വിധവും ഒരു വലിയ പത്രം വന്നു നബിയെ, എന്നാൽ അത് കൊണ്ടുവരൂ. അങ്ങനെ യാചകൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. പുതപ്പും വലിയ പത്രവുമായി നബിയുടെ അടുത്തേക്ക് വന്നു. നബി ശിഷ്യരോട് ചോദിച്ചു, ആരാണ് ഇതുവരെ വാങ്ങാൻ തയ്യാറുള്ളത്? അങ്ങനെ ഒരു സാഹിബി കയ്യിലെത്തി, ഞാനത് 2 ദിർഹം വാങ്ങാൻ നബിയെ. അങ്ങനെ പുതപ്പും വലിയ പത്രവും കണ്ടു. ആ പാവപ്പെട്ട യാചകൻ മുത്തുനബി 2 ദിർഹം നൽകി. മുത്തുനബി പറഞ്ഞു, 1 ദിർഹം കൊണ്ട് വീട്ടിൽ ഭക്ഷണം കൊടുക്കുക, മറ്റൊരു ദിർഹം കൊണ്ട് കൈവാങ്ങി കാട്ടിൽ പോയി വീട്ടിലിരിക്കുക. അങ്ങനെ ആ യാചകൻ സന്തോഷത്തോടെ തിരിഞ്ഞുപോയി. 2 ആഴ്ച ശേഷം ആ യാചകൻ നബിയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. അന്ന് ആ യാചകന്റെ അടുത്ത് 10 ദിർഹം ഉണ്ടായിരുന്നു. നബി പറഞ്ഞു, ഒരു പുതപ്പും ഒരു വെള്ളിപ്പാത്രം ആദ്യം വാങ്ങുക, ബാക്കിയുള്ള വീടാവശ്യമായി എടുക്കുക. യാചനയിൽ നിന്ന് മോചനം കിട്ടിയ അദ്ദേഹം സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. കഥ അവസാനിച്ചില്ല, ഞാൻ വരാം. അസ്സലാമു അലൈക്കും. ഇഞ്ചിളം മദരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മദഹിന്റെ ഈരടികൾ കൊണ്ട് അന്തരീക്ഷം കുളിരിക്കോരുന്ന ധന്യവേളയിൽ 6ാമത് മത്സരഫലം അറിവാകുന്നു. ജൂനിയർ വിഭാഗത്തിന്റെ കന്നഡ ഭാഷണ മത്സരം. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു കോഡ് ലെറ്റർ ഇ സെയ്ദ് ടീം അഹ്ബാബുൽ ബദർ. Second place goes to code letter A, Shamil, team Ahbabul Badr. Third place goes to Anas, team Ahbabul Noor. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. മത്സരം തുടരുന്നു. കോഡ് ലെറ്റർ E. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, രക്ഷിതാക്കളെ, ഇന്ന് നബിദിനമാണ്. ഞാൻ നല്ലൊരു പ്രസംഗം പറയട്ടെ ഇൻഷാ അല്ലാഹ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈല കടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനമായി ആടിച്ചു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ സന്തോഷത്തോടെ കൈകാൻ തുടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരും ഭക്ഷിക്കരുത്, ഈ വിഷം ഭക്ഷിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സ്ത്രീയെ വിളിക്കാൻ. അതാ കടന്നു വന്നു സ്ത്രീ. ചോദിച്ചു, നീ വിഷം കഴിച്ചിട്ടുണ്ടോ? ഒരു പേരില്ലാതെ ആ സ്ത്രീ പറഞ്ഞു, അതെ. ചോദിച്ചു, നീ എന്തിനാണ് വിഷം കഴിച്ചത്? ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും, അതിന് വേണ്ടിയാണ് ഞാൻ വിഷം കഴിച്ചത്. ആ സ്ത്രീക്ക് മാപ്പ് കൊടുത്തയച്ചു. ഇത്ര പറയുന്നത് പഠിച്ചു പ്രസംഗം ഞാൻ നിങ്ങൾക്ക്. അസ്സലാമു അലൈക്കും. Code letter E. സ്നേഹമുള്ളവരെ, ഉസ്താദുമാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ എന്റെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനത്തിൽ 2 വാക്യം പറഞ്ഞു. ബറകത്ത് കൊണ്ട് അതിനെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകണമേ. പ്രിയരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളെ കത്തിച്ചിരുന്നു. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാം, ചുംബിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ഇഷ്ടപ്പെടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സലാത്ത് അത് അല്ലാഹു തൗഫീഖ് നൽകണമേ. ഇത്തരത്തിൽ ഞാൻ കൊണ്ട് കൊച്ചു പ്രസംഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഈ മത്സരം കഴിഞ്ഞാലുടൻ വേദിയിൽ സീനിയർ വിഭാഗത്തിന്റെ കന്നഡ പ്രസംഗ മത്സരമാണ്. ചെസ് നമ്പറുകൾ ശ്രദ്ധിക്കുക: 409, 406, 401, 404. മത്സരാർത്ഥികൾ വേദിയുടെ അടുത്ത് വന്ന് നിൽക്കുക. കോഡ് ലെറ്റർ F. ബഹുമാനപ്പെട്ട ഉസ്താദുമായ രക്ഷിതാക്കളെ കൂട്ടുകാർ, അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദിനെ പറ്റി രണ്ട് വാക്ക് പറയട്ടെ. അബ്ദുള്ളയുടെ ഭാര്യ ആമിന ബീവി ഗർഭിണിയായി. അബ്ദുൽ മുത്തലിബും കുടുംബവും സന്തോഷിച്ചു. ഗർഭിണികൾക്കുണ്ടാകുന്ന പ്രയാസമൊന്നും ആമിന ബീവി ഉണ്ടായിരുന്നില്ല. കുഞ്ഞിനെ കുറിച്ച് അവർ നല്ല സ്വപ്നങ്ങൾ കണ്ടു. പിറക്കാൻ ഉള്ളത് ആൺകുഞ്ഞിന് മുഹമ്മദിന് പേര് നൽകണം. ആ കുഞ്ഞ് ലോകത്തിൽ ഏറ്റവും ഉന്നതനാണ്. ആമിന ബീവി സന്തോഷമായി. അവർ അത്ഭുത കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. 2 മാസം പ്രായപ്പോൾ എന്നവർ മദീനയിൽ വെച്ച് വഫാത്തായി. ആമിന ബീവി ബിഗമായി. റബീഉൽ 12 ആയുധമായി തിങ്കളാഴ്ചയായിരുന്നു. പ്രസവിച്ചു. സുന്ദരമായ സുജൂദിലായിട്ടായിരുന്നു പ്രസവിച്ചത്. പ്രകാശത്തിന്റെ മുഖം നബിയെ സ്നേഹിക്കണം, അതിൽ പറയണം, സ്വലാത്ത് അധികരിപ്പിക്കണം. സ്വലാത്ത് കൊണ്ട് എത്രയോ മഹാന്മാർ സ്വപ്നം കണ്ട ചരിത്രമുണ്ട്. ആ നബിയെ കാണാൻ അല്ലാഹു നൽകട്ടെ. ആമീൻ. ഇത്ര പറഞ്ഞ എന്റെ ചെറിയ പ്രസംഗം അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. മദീനയുടെ രാജകുമാരനൊക്കെ നമുക്ക് ചൊല്ലാം സ്വലവാത്തുകൾ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേദിയിൽ കന്നഡ പ്രസംഗം സീനിയർ. കോഡ് ലെറ്റർ ചെസ് നമ്പറുകൾ ശ്രദ്ധിക്കുക: 409, 406, 401, 404 എന്നീ മത്സരാർത്ഥികൾ സജ്ജരായിരിക്കുക. മത്സരം പുരോഗമിക്കുന്നു. കോഡ് ലെറ്റർ ജി. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്തുനബി സല്ലല്ലാഹു ജന്മദിനത്തിൽ 2 വാക്ക് പറയാൻ അവസരം ലഭിച്ചതിന് അൽഹംദുലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു എല്ലാവരോടും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കുട്ടികളെ. ഒരിക്കൽ നബി സല്ലല്ലാഹു സഹാബിയുടെ വീട്ടിലേക്ക് പോയി. ആ സാബി കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ കോരിയെടുത്ത് കൊടുത്തു. ഇത് കണ്ട സ്വഹാബി അത്ഭുതത്തോട് ചോദിച്ചു, നബിയെ, എന്റെ മകന് ഉമ്മ കൊടുത്തു. ഞാനിവിടെ വരെ ഉമ്മ കൊടുത്തില്ല. ഇത് കേട്ട് നബിയുടെ മകൻ നബിക്ക് ദേഷ്യം വന്നു. നിങ്ങൾ കുട്ടികളെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ അത് പ്രകടിപ്പിക്കുകയും വേണം. തലോടണം. കുട്ടികളോട് കളിക്കുകയും വേണം. ഇന്ന് തിരക്കേണ്ട ജീവിതത്തിൽ ആർക്കും കളിക്കാൻ സമയമില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ കുറച്ചു നേരം കളിക്കുക. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു ഇഷ്ടമാണ്. ഇത്രയും പറഞ്ഞ എന്റെ കൊച്ചു പ്രസംഗം അസ്സലാമു അലൈക്കും. വേദിയിൽ സീനിയർ വിഭാഗത്തിന്റെ കന്നഡ പ്രസംഗം ആരംഭിക്കുന്നു. കോഡ് ലെറ്റർ എ. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ಗೌರವಾನ್ವಿತ ಉಸ್ತಾದರೇ, ಪ್ರೀತಿಯ ಸಹಪಾಠಿಗಳೇ, ಪರಿಶುದ್ಧ ರಬೀഉಲ್ ಅವ್ವಲ್ ವೇದಿಕೆಯಲ್ಲಿ ಪ್ರವಾದಿ ಕುರಿತು 1-2 ಮಾತುಗಳನ್ನು ನಾನು ಇಚ್ಛಿಸುತ್ತೇನೆ. ಅಲ್ಲಾಹು ತೌಫೀಕ್ ನೀಡಲಿ. ಆಮೀನ್. ಪ್ರವಾದಿ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರನ್ನು ಸರ್ವ ಮುಸ್ಲಿಮರು ತನ್ನ ಪ್ರಾಣಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಪ್ರೀತಿಸುತ್ತಿದ್ದಾರೆ. ಪ್ರವಾದಿಯ ಜೀವನ ಚರಿತ್ರೆ ಕಲಿಯುವುದು ಸತ್ಯವಿಶ್ವಾಸಿಗಳ ನಮ್ಮ ಮೇಲಿರುವ ಅತಿ ದೊಡ್ಡ ಬಾಧ್ಯತೆಯಾಗಿದೆ. ಎಷ್ಟು ಹೇಳಿದರು, ಎಷ್ಟು ಬರೆದರು ಮುಗಿಯುವುದು ಪ್ರವಾದಿಯ ಜೀವನ ಚರಿತ್ರೆ. ಎಲ್ಲರೂ ಹೇಳಿದ್ದಾರೆ ಪ್ರವಾದಿಯವರು ಮದೀನಾದಲ್ಲಿದ್ದಾರೆ. ಆದರೆ ಪ್ರವಾದಿಯವರು ಮದೀನಾದಲ್ಲಿ ಮಾತ್ರ ಇರುವುದಿಲ್ಲ. ಸರ್ವ ಮುಸ್ಲಿಮರ ಹೃದಯದೊಳಗೆ ಸಹ ಪ್ರವಾದಿಯವರು ಇದ್ದಾರೆ. ಪ್ರವಾದಿಯವರ
ಮತ ಎಷ್ಟು ಹೇಳಿದರು ಎಷ್ಟು ಆಡಿದರು ಮುಗಿಯದು ಪ್ರವಾದಿಯ ಮಹತ್ವ ಈ ಭೂಮಿಯಲ್ಲಿ ಒಮ್ಮೆಯ ಮುಗಿದು ಹೋಗದು. ನಮ್ಮ ಪ್ರೀತಿಯ ಪ್ರವಾದಿಯವರನ್ನು ಕನಸಲ್ಲಿ ಕಾಣ ಅಲ್ಲಾಹ್ ತೌಫೀಕ್ ನೀಡಲಿ. ಆಮೀನ್ ಆಮೀನ್ ಎಂದು ಹೇಳುತ್ತಾ ನನ್ನ ಚಿಕ್ಕ ಭಾಷಣಕ್ಕೆ ವಿರಾಮ ಬೀರುತ್ತೇನೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ.